അഫാന്റെ പിതാവ് വിങ്ങുന്ന മനസ്സോടെ തിരുവനന്തപുരം എയർപോർട്ടിലെത്തി. അദ്ദേഹത്തിനെ സാധാരണ സ്വീകരിക്കുന്ന പ്രിയപ്പെട്ടവരാരുമില്ല. വിങ്ങുന്ന മനസ്സോടെ എയർപോർട്ടിൽ രാവിലെ 7:55 ഇറങ്ങി. അദ്ദേഹം ദമാമിൽ നിന്ന് നേരിട്ട് തിരുവനന്തപുരത്ത് വരികയായിരുന്നു. ഡി മുരളി MLA എന്തായാലും കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് മുരളിക്കും ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ആ കുടുംബത്തിൻ്റെ പുറകെ മുരളി നിൽക്കുന്നുണ്ട്, നല്ല കാര്യം. ജനപ്രതിനിധി അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്ന് അവിടുന്ന് നേരെ അദ്ദേഹം പള്ളിയിലും ഖബർസ്ഥാനിയിലും പോയി. അതിനുശേഷം വീട്ടിൽ വന്നു മകൻ്റെ ഫോട്ടോ നോക്കി വിതുമ്പി കരയുന്നത് നാസ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നാസ് വക്കം കണ്ടു. നാസ് വക്കവും കരഞ്ഞു. ഉമ്മയും സഹോദരൻ്റെ ഭാര്യയും നഷ്ടപ്പെട്ടു. തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തൻ്റെ ഇളയ പുത്രനെ നോക്കി ആ ഫോട്ടോ നോക്കി വിതുമ്പി കരയുന്നു. അവന് ഇഷ്ടമുള്ള കുഴിമന്തി ഭക്ഷണം വാങ്ങി കൊടുത്തിട്ടാണ് അവനെ കൊന്നത്. എന്തായാലും DK മുരളിയുടെ അവിടുന്ന് നേരെ പള്ളിയിലും ഖബറട സ്ഥലത്തും പോയി പ്രാർത്ഥിച്ചു. അതിനുശേഷം വീട്ടിൽ വന്ന ഇളയ മകൻ്റെ ഫോട്ടോ നോക്കി വിതുമ്പി. അദ്ദേഹം ഇനി ഭാര്യയെ കാണാൻ പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ റഹീം പിതാവ് മനസ്സിലാക്കിയ വിവരം ഭാര്യയ്ക്ക് അറിയില്ല. ഭാര്യയെ ഉപദ്രവിച്ച മകനെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് നമ്മൾ കാണുന്നത്. അവർ കട്ടിലിൽ നിന്ന് വീണ് മുറിവേറ്റു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ തലയ്ക്ക് അടിയേറ്റ് അവിടെ രക്തമൊലിപ്പിച്ച് കിടക്കുന്ന അവർക്ക് ചലനമുണ്ട് എന്ന് വെഞ്ഞാറമൂട് പോലീസിന് മനസ്സിലായി. അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഏതായാലും ആ സമയത്ത് അവരുടെ കണ്ണുകൾ ചലിക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ പോലീസ് ഓഫീസർക്ക് പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് ശ്രമിച്ചു. ആ കാര്യത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു. ഏതായാലും വെഞ്ഞാറമൂട് പോലീസിലെ ഉദ്യോഗസ്ഥരാണ് ഈ 3 സ്ഥലത്തും അടിയേറ്റ് മരണപ്പെട്ട് കിടക്കുന്ന, രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന മനുഷ്യരെ കാണുന്നത്. ഇതിൽ ഇത്ര ഭീകരമായ ദൃശ്യങ്ങളൊന്നും അവരൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. വെട്ടിയും കുത്തിയും കൊല്ലുന്ന, മരിച്ചു കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ മുഖം അടിച്ച് ചപ്പി ആ ശരീരത്തിലെ രക്തം മുഴുവൻ തലയിൽക്കൂടെ വാർന്നുറങ്ങി ആ ഡെഡ് ബോഡിയുടെ തലഭാഗത്ത് തളം കെട്ടിക്കിടക്കുന്ന കാഴ്ചകൾ മനുഷ്യനാർക്കും അത് കണ്ടു നിൽക്കാൻ കഴിയില്ല. എന്തായാലും തൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും നഷ്ടപ്പെട്ട് ഭാര്യ ഏകദേശം പകുതി ബോധത്തോടെ ആശുപത്രി കിടക്കുന്ന കാഴ്ചയാണ്. പ്രതിയായ മകൻ അവനെ പോലീസ് കസ്റ്റഡിയിലുമാണ്. എന്തായാലും അദ്ദേഹത്തിന് ആ ദമാമിൽ നിന്ന് അദ്ദേഹം റിയാദിൽ കടം കയറി ഇപ്പോഴാണ് ദമാമിൽ പോയത്. മകനും 2 മക്കളും ഭാര്യയും ദമാമിൽ 10 മാസത്തോളം വന്നു നിന്നു. റിയാദിൽ 28,000 30,000 അതിന് അത്രയും കടം അവിടെ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ദമാമിലേക്ക് മാറിയത്. പാലക്കാട്ടുകാരന് ഒരു പാർട്ട്ണറും ഇയാളും ചേർന്നാണ് യമനിയുടെ കയ്യിൽ നിന്ന് പണം പലിശയ്ക്ക് വാങ്ങിച്ചത്. എന്തായാലും അധ്വാനിച്ച് അവിടെ പണമുണ്ടാക്കി വെഞ്ഞാറമൂട്ടിൽ 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് അദ്ദേഹത്തിന് ഇതല്ലാതെ വേറെ കടമില്ല. നാട്ടിലും 65 ലക്ഷം രൂപ ഭാര്യ കടമുണ്ടെന്ന് പറഞ്ഞെങ്കിലും കടമില്ലെന്നുള്ള വാർത്തയാണ് വെളിയിൽ വരുന്നത്. ഈ പയ്യൻ ധാരാളിയായ പണം ചെലവാക്കുന്ന ഒരു പയ്യനാണ്. ഇടയ്ക്ക് പണം തികയാതെ വന്നപ്പം കല്യാണത്തിനും മറ്റും പോയി വിളമ്പാനായിട്ട് പോകും. 1000 രൂപ അല്ലെ 2000 രൂപ കിട്ടും. അതിനുവരെ പോകുന്ന പയ്യനാണ്. എങ്ങനെയാണ് ഇത്രയും ദൂർത്തടിച്ച ഒരു ജീവിതമായി അദ്ദേഹം ചെലവഴിച്ചുകൊണ്ടിരുന്നത്? അതിന് പണമില്ലാതെ വരുമ്പം പണം ലഭിക്കാനായിട്ട് ഏത് കൃത്യവും ചെയ്യുന്നൊരു മനസ്സാണ്. ആ മനസ്സിന് ആരോഗ്യമില്ല. ആ മനസ്സ് വളരെ വികലമായ മനസ്സാണ്. എങ്ങനെയാണ് ആ പയ്യൻ ഇങ്ങനെ രൂപപ്പെട്ടത്? 8 വർഷം മുമ്പ്
ഒരു മൊബൈൽ ഫോണ് അവൻ ഉദ്ദേശിച്ച് വാങ്ങിച്ചു കൊടുക്കാത്തതുകൊണ്ട് അന്ന് എലിവിഷം കഴിച്ചു എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ കിടത്തി അത് വാങ്ങിച്ചു കൊടുത്തു. കാര്യം സാധിക്കാൻ വേണ്ടി തൻ്റെ ജീവൻ അപകടപ്പെടുത്തുന്ന എന്ത് വേലയും കാണിക്കുന്നു എന്നാണ് ചെറുപ്പം മുതലേ മാതാപിതാക്കൾക്ക് മനസ്സിലായത്. അവൻ നാട്ടിൽ വന്ന ശേഷം പണം കൂടെ ഉമ്മയുടെ അടുത്ത് ആവശ്യപ്പെടുന്ന കാര്യം ഉമ്മയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്ന പേരുകൾ ഉമ്മ ഭർത്താവിൻ്റെ അടുത്ത് പറയും. ഭർത്താവ് അവരോട് ചോദിക്കുമ്പോൾ അവൻ എന്തിനാണ് ഇങ്ങനെ പണം ചോദിക്കുന്നത്, അവന് ഭ്രാന്താണ് എന്നാണ് അമ്മ പറഞ്ഞത്. അത് ഭ്രാന്ത് തന്നെയായിരുന്നു. അമ്മയുടെ നിരീക്ഷണം കറക്റ്റായിരുന്നു. ആ ഭ്രാന്ത് കൊണ്ടാണല്ലോ 5 പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്, അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അപ്പം അമ്മയുടെ നിരീക്ഷണം കറക്റ്റാണ്. എന്നിട്ടും അമ്മ മകനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. മറ്റുള്ളവരെ കൊന്ന വിവരം അറിയാത്ത അമ്മ തനിക്ക് മാത്രമേ പരിക്കുള്ളൂ, താനിപ്പം ജീവനോടെ തിരിച്ചു വരും, അതുകൊണ്ട് തൻ്റെ മകനെ രക്ഷിക്കണം, അതാണ് അമ്മയുടെ മനസ്സിൽ. ഇളയ മകൻ മരിച്ച വിവരം അമ്മയ്ക്ക് അറിയില്ല. ഏതായാലും ഇന്ന് തീർച്ചയായിട്ടും ആശുപത്രിയിലെത്തി അയാളുടെ റഹീമിൻ്റെ ഭാര്യയെ കാണും, ഷെമിയെ കാണും. എന്തു പറയാനാണ്? അദ്ദേഹം മനസ്സിലാക്കിയ വിവരമൊന്നും ഭാര്യയ്ക്ക് അറിയില്ല എന്നുള്ള കാര്യം പോലീസ് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ മുരളി MLA പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു വാക്കുകൾ മാത്രമേ ഇയാൾ ഉച്ചരിക്കുകയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഇളയ മകൻ്റെ കുഴിമന്തി ഇഷ്ടമുള്ള മകൻ്റെ ആ മരണം, ആ ഫോട്ടോ കണ്ട് വിതുമ്പുന്ന ആ പിതാവിൻ്റെ ഹൃദയം തന്നെയാണ് കേരളത്തിലുള്ള ഇതുപോലെ നഷ്ടപ്പെട്ട കുട്ടികളെ, ഇതുപോലെ ചെയ്യുന്ന പ്രവൃത്തിയുള്ള മാതാപിതാക്കൾക്കും അത് തന്നെയാണ്, ആ വിതുമ്പൽ തന്നെയാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത്. കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും സർവ്വസാധാരണമായ വയലൻസിൻ്റെ ഫലമായി ഓരോ കുടുംബങ്ങളിൽ ഇതുപോലെയുള്ള ജീവൻ നഷ്ടപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പണത്തിന് വേണ്ടിയാണ് ഈ പയ്യൻ 8-10 വർഷമായിട്ട് ചെറുപ്പം മുതലേ വീട്ടുകാരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, പിതാവിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 65 ലക്ഷത്തിൻ്റെ കടം ഉണ്ട് എന്ന് പറയുന്ന കണക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള വാർത്തകളാണ് വരുന്നത്. ഏതായാലും പണം ദൂർത്തടിച്ച് ചിലവാക്കുന്ന 7-8 വർഷമായിട്ട് ചിലവാക്കുന്ന ഒരു പയ്യൻ തന്നെയാണ് ഈ അഫാൻ എന്നുള്ള സംശയമില്ല. അയാൾ കേടലിൻ്റെ പോലെ തന്നെ മന്ത്രവാദത്തിലും അതുപോലെയുള്ള ചില ആചാരങ്ങളിലും വിശ്വസിച്ച് പോയോ എന്നെനിക്ക് സംശയമുണ്ട്. അതിൻ്റെ അവസാനം പ്രതിഫലനമാണ് ഈ കൊലപാതകം എന്ന് ഞാൻ കരുതുന്നു. കാരണം ഓരോ കൊലപാതകവും മറ്റൊരു കൊലപാതകവും നമുക്ക് പൊരുത്തപ്പെടാതെ പോകും. വല്യമ്മയെ കൊന്നത് പണത്തിന് വേണ്ടിയാണ് എന്ന് നമുക്കറിയാം. അവരുടെ മാല ചോദിച്ചു കൊടുത്തില്ല, അവരെ കൊന്ന് മാലയടിച്ചുകൊണ്ട് പോയി. അതിനുമുമ്പ് പല സന്ദർഭങ്ങളിൽ കൂടെ വന്ന് പണത്തിന് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കും. പക്ഷേ മൂത്താപ്പ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും കൊന്ന എന്തിന്? അവിടെ നിന്ന് വല്ല പണം കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലെന്ന് ഇതുവരെ അറിവില്ല. അവരെ കൊന്നതിന് നമുക്കൊരു റീസണിങ് പറയാൻ പറ്റുന്നില്ല. എന്തിനാണ് തൻ്റെ ഇളയ കൊച്ചിനെ കൊന്നത്? അതിൻ്റെ ആവശ്യം എന്ത്? ഉമ്മയാണ് ആദ്യം കൊല്ലാൻ ശ്രമിച്ചത്. ഉമ്മ മരിച്ചു എന്ന് വിശ്വസിച്ചാണ് തുടരെയായിട്ട് ഇതുപോലെ കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള മനസ്സുള്ള ഒരു മകനെ ആ അമ്മ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നു. അമ്മയുടെ സ്നേഹം അങ്ങനെയാണ്. അതുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണം പോലീസ് പറയുന്നത് ഇപ്പം ഇത് പണത്തിന് വേണ്ടി കടം കൊണ്ട് വീർപ്പ് മുട്ടിയ ഒരു മകൻ്റെ കൊലപാതകമായിട്ടാണ് പോലീസ് ഇപ്പം കണക്കാക്കുന്നതെന്നാണ് വെളിയിലേക്ക് വരുന്ന വാർത്തകൾ. അതിനോടൊട്ടും യോജിക്കുന്നില്ല. കാരണം അങ്ങനല്ല ഇത്. കാരണം 3 സ്ഥലത്തും 25 കിലോമീറ്റർ അകലെ വരെയുള്ള സ്ഥലത്തും പോയി കുറ്റം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനൊരു റീസണിങ് അതിന് കാണുമ്പം മറ്റൊരു മർഡറുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. ഏതായാലും ഇന്നലെ കല്ലറ ഭാഗോട്ട് ആ വല്യമ്മയെ കൊന്നതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡ് ചെയ്തു. നെടുമങ്ങാട് മജിസ്ട്രേറ്റിനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് ആ റിമാൻഡ് പോലീസ് പൂർത്തിയാക്കി. ഇപ്പം ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇനി പോലീസ് ഇവനെ കസ്റ്റഡി വാങ്ങിച്ച് മറ്റ് 2 കേസുകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തണം. ആ കേസുകളുടെ കണ്ടെടുക്കേണ്ട സാധനങ്ങൾ കണ്ടെടുക്കണം. എന്തായാലും പോലീസിൻ്റെ ഒരു ഫൈനൽ ഒപ്പീനിയൻ ആണോ പത്രത്തിൽ വരുന്നതെന്ന് എനിക്കറിയില്ല. അതിനുള്ള സമയമായിട്ടില്ല. ഇയാൾ ചെയ്ത പ്രവൃത്തികൾ മുഴുവൻ
മനസ്സിലാക്കിയ ശേഷം ഇയാളുടെ യാത്ര എങ്ങോട്ടായിരുന്നു കഴിഞ്ഞ 8-10 വർഷമായിട്ട്. ബുള്ളറ്റ് ഉണ്ടായിരുന്നു, കാറുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പുതിയ 2 വീലറിൽ എവിടെയൊക്കെയാണ് പോകുന്നത്, ആരെയൊക്കെയാണ് കാണുന്നത്, ഇയാൾ കഴിഞ്ഞ 8 വർഷമായിട്ട് ആരെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതിലേതെങ്കിലും മന്ത്രവാദികളുണ്ടോ ഇയാൾക്ക്, അതോ ഇയാൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടെത്തിയ ചില മാർഗങ്ങളിൽ കൂടെ സഞ്ചരിച്ചതാണോ? ഭ്രാന്തമായ മനസ്സിൻ്റെ ഉടമ തന്നെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഭ്രാന്തമായ മനസ്സുണ്ടായത്, വികലമായ മനസ്സുണ്ടായത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള പോലീസിൻ്റെ ശ്രമം വിജയിക്കട്ടെ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങട്ടെ.